ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടും അതുപോലെ ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. വീട്ടിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, സവാള മാത്രം ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ടൈം ഒട്ടും ഇല്ലെങ്കിലൊക്കെ വേഗത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും ഓഫീസിലൊക്കെ പോണ ആൾക്കാർക്കാണെങ്കിലും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഇപ്പോൾ കുതിർത്താനായിട്ട് വെച്ചേക്കുന്നത്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്, നമ്മൾ നീളത്തിലല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്, ഇത് ക്യൂബായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ തീരെ പൊടിയായിട്ടല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കറിയിൽ കടിക്കാൻ പാകത്തിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നാൽ പോരാ, അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള വഴന്ന് കിട്ടണം, എന്നാലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് സവാളയൊക്കെ ചുമ്മാ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. അങ്ങനെയല്ല വേണ്ടത്, നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റിൽ വരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു 2 പച്ചമുളക് എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് വഴറ്റണം. ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറണം, അതുവരെ നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും സവാള ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുകയാണേ, അത് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 3 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് എന്നാന്ന് വെച്ചാൽ നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ 2 ചേർക്കാം കേട്ടോ. അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ സവാള ചേർത്തേക്കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകുന്നില്ല, പേടിക്കാനൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ പുളി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നന്നായിട്ട് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതിൽ പുളി വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലാണ് നന്നായിട്ട് കുറുകി ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ കാരണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി. പിന്നെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരുന്നിട്ട് വെള്ളം വറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ 1 സ്പൂൺ കായം പൊടിയാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കായം പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കായംപൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊന്നും വറ്റൽമുളകും ഇതൊന്നും ചേർത്തില്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ സവാളയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം കറിവേപ്പിലയും കൂടെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അതും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും, പുളിവെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് കൂടാനുള്ള കുറച്ച് പൊടിക്കൈകൾ ചേർത്ത് കൊടുത്തേക്കണതാണ്. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.